എന്തൊക്കെയാണ് പിള്ളേരെ തൊപ്പിയുടെ ഗേങ്ങിൽ സംഭവിച്ചുകൊണ്ടിരിക്കണേ? ഷമീർ കുണ്ടനാന്നാ എന്തൊക്കെ കഥയെടുപ്പ് നടന്നുകൊണ്ടിരിക്കണേ? ഒലക്ക ഇൻസ്റ്റഗ്രാം തുറന്ന അതേ ഉള്ളൂ, തൊപ്പി തൊപ്പി തൊപ്പി. എന്താലേ ഷമീർ ഒലക്ക. അല്ലടോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നേർക്ക് നേർ നിന്നിട്ട് സംസാരിക്കുന്നതാണ് ഒരു സംസ്കാരത്തിന് പറ്റിയുള്ളൊരു സംസാരം. അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, ഒളിഞ്ഞും പാത്തി സംസാരിച്ച് വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് മറ്റുള്ളവർ കാണിച്ച് അവിടെ അഭിപ്രായങ്ങൾ കാണിച്ച്, ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റ് അല്ലേ? അല്ലേ 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 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ അന്നൊരു ബാംബു ബോയ്സിന്റെ ടീമായിട്ട് അവരൊരു TV ഒക്കെ തള്ളിപ്പൊളിച്ചില്ലേ, അതൊക്കെ പക്കാ 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 സ്ക്രിപ്റ്റഡ്. എന്താലേ ഒലക്ക വല്ലാത്ത ജാതിടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ തൊപ്പി ഇഷ്യൂ മാത്രമേ ഉള്ളൂ. 3 മാസം മുമ്പ് ഇവിടുന്ന് ഗ്യാങ് ഒഴിഞ്ഞു പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞട്ടെ, ഡ്രഗ്സ് മാത്രമേ ഉള്ളൂ ചർച്ച. കാരണം എന്താ, അതിങ്ങനെ ട്രെൻഡിങ് ആയതുകൊണ്ട് പോയോണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ലൈവും അതേപോലെ തന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറവാണല്ലോ അവര്. അപ്പോൾ ഒരു 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 എന്താ പറയാ, ഒരു ഹൈ ലെവൽ സെറ്റപ്പാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ അവർക്കും കിട്ടും വ്യൂസ്, ഇവർക്കും കിട്ടും വ്യൂസ്. അപ്പോൾ അവിടെയും കാണും ഇവിടെയും കാണും, ഇവിടെ എന്താ പ്രശ്നം അവിടെ എന്താ പ്രശ്നം, അയൽവാസികൾ തമ്മിലുള്ള പോരാട്ടം. മനസ്സിലായോ? അവിടെ എന്താണ് പ്രശ്നം, ഇവിടെ എന്താണ് പ്രശ്നം, ഇവിടെ എന്താണ് പ്രശ്നം, അവിടെ എന്താണ് പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കും. അപ്പം നമ്മളെപ്പോലുള്ള പൊട്ടന്മാരെന്താ, ഇവിടെ ഒരു വീഡിയോ കാണും, അപ്പോൾ മണ്ടന്മാരായിട്ടുള്ള നമ്മൾ വ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ അവിടെ കുറെ ഫേക്കായിട്ട് കുറച്ച് ഒരു 10-300-3000 എത്ര തെളിവുകളൊക്കെ ഉണ്ട് എന്ന് തൊപ്പി മച്ചാൻ പറയുണ്ടായി. ആയിട്ട് ആ 3000 സാധനങ്ങളും പബ്ലിക് ആക്കും. ഓക്കെ, അപ്പൊ അതില് 2-3 തെളിവൊക്കെ ഇന്നലെ ലൈവിൽ കാണിച്ചു. ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തിട്ടില്ല, മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, അപ്പോ ബാക്കി കാണിക്കുമായിരിക്കും. പിന്നെ അത് മാത്രല്ല, ആ തെളിവുകളൊക്കെ കാണിച്ചിട്ട് ആ സ്ക്രീൻഷോട്ട് റെക്കോർഡ് ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് തൊപ്പി മച്ചാൻ റിയൽ ആണ്. ബട്ട് ഇടയിൽ കൂടി നിന്ന് കളിക്കുന്ന ടീംസ് സ്ക്രിപ്റ്റഡ് ആണോ അറിയില്ല. നടക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടെ, ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കട്ടെ. മനസ്സിലായോ? അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാന്ന് വെച്ചാൽ, തൊപ്പി മച്ചാൻ റിയൽ ആണ്, അവർ സ്ക്രിപ്റ്റഡ് ആയിട്ട് നടക്കുന്ന സമയത്ത് തൊപ്പി മച്ചാനും സ്ക്രിപ്റ്റഡ് ആണോ എന്ന് നമുക്കറിയത്തില്ല. ബട്ട് ആരെ സപ്പോർട്ട് ചെയ്യുന്ന സംസാരിക്കല്ല. പക്ഷെ ഇവിടെ എന്തൊക്കെയോ കളി നടക്കുന്നുണ്ട്, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ സംസാരിക്കണ്ട. തൊപ്പി മച്ചാനെ കുറിച്ച് നമുക്ക് 4 വാക്ക് സംസാരിക്കാം. കാരണം എന്ന് വെച്ചാൽ തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് പരിഹസിച്ചും ഒരുപാട് കളിയാക്കലേക്ക് ഏർപ്പെട്ടിട്ട് കയറി വന്നൊരു വ്യക്തിയാണ്. അവരെ കൂടെ നിർത്തി അവർക്കൊരു ടീമായിട്ട് ബിൽഡ് ചെയ്ത് അവർ കുറെ ചെറുപ്പക്കാരെയൊക്കെ കൂട്ടി നിർത്തി അവരൊരു സംഭവം സൃഷ്ടിച്ചു. ഇവര് ചെയ്തെന്താന്ന് ആലോചിക്കടാ. ഞാൻ നന്മ മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാരും കേറിപ്പോട്ടെ, എല്ലാരും രക്ഷപ്പെടട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതിലൂടെ എന്തൊക്കെ തൊപ്പി മച്ചാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് കൂടെയൊക്കെ നിർത്തി കട്ടയ്ക്ക് നിർത്തി അവസാനം എന്താക്കി, ചവിട്ടി തിരുമ്പി അവരങ്ങ് പോയി. ഇപ്പൊ തൊപ്പി മച്ചാൻ ആ ഒരവസ്ഥയായി. പെണ്ണ് ചതിച്ചിട്ട് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റും, നമുക്ക് അന്നോ നാളെയോ മറ്റന്നാളെയോ മറക്കാൻ പറ്റും, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലെങ്കിലും മറക്കാൻ പറ്റും. കൂടെ ചങ്ക് പോലെ നിന്നവൻ ചതിച്ചാണ്ടല്ലോ മോനെ, ഒരിക്കലും അത് പുറത്തു കൊടുക്കാൻ കഴിയില്ല മോനെ. അതാണ് പറയണ മക്കളെ, ആരും അതിര് കടന്ന് വിശ്വസിക്കരുത്. അതിര് കടന്ന് വിശ്വസിച്ചാൽ നമ്മളെല്ലാരും ആക്കി വിടും. അത്രേ ഉള്ളൂ പറയാൻ. അപ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് എല്ലാവരോടും സൗഹൃദം കൂടി അച്ചടിച്ച ഭാഷയിൽ നമ്മളെ നെഞ്ചത്ത് കയറ്റി വയ്ക്കും. അവന്മാർ നൈസായിട്ട് നമ്മളെ ഗോപിയും വരച്ചിട്ട് അങ്ങ് ഒറ്റ പോക്കും. പിന്നെ നമ്മൾ സഹിച്ച് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ദുഃഖപ്പെട്ട് ദുരിതപ്പെട്ടിട്ടൊന്നൊരു കാര്യമില്ല കേട്ടോ. ഉള്ളത് പറഞ്ഞേക്കാം. ഈ ഒരു അവസ്ഥ വരണ്ടെങ്കിൽ മാറ്റിക്കോ, പിന്നിൽ നിന്ന് കുത്തുന്ന ടീംസിനൊക്കെ മാറ്റി പുറത്തിട്ടോ. എന്നാൽ മാത്രമേ മക്കളെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവിടെ കുറെ നക്കാൻ തന്നിട്ട് അപ്പുറത്ത് പോയിട്ട് വിട്ടിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തരുന്ന ഭക്ഷണത്തെ മാനിക്കുക, തരുന്ന ആ വ്യക്തിയും മാനിക്കുക. മനസ്സിലായോ? അല്ലാണ്ട് തിന്നു കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന സ്വഭാവം നിർത്തിക്കോ. അപ്പം ഗുഡ് നൈറ്റ്, അത്രേ ഉള്ളൂ. മനസ്സിലായോ?
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വേണ്ടത് എന്താ വെച്ചൊക്കെ ചെയ്യാം. ഓക്കെ, വണക്കം. പണിഞ്ഞവന്മാരോട് പറയാനുള്ളത്, മറക്കൂല മോനെ, മറക്കൂല. ഓക്കെ.